പ്രജ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ അസുഖമാണ് എല്ലാവരും. പ്രജാതന്ത്രം എന്താണെന്ന് അവരൊക്കെ ആദ്യം പഠിക്കണം. സംസ്കൃതത്തിലായാലും മലയാളത്തിലായാലും തെലുങ്കിലായാലും പ്രജാതന്ത്രം എന്താണെന്ന് അവർ പഠിക്കണം. എന്താണ് പ്രജയ്ക്ക് ഇത്ര വലിയ കുഴപ്പം? ആംഗ്ലേയ സാഹിത്യത്തിൽ യൂഫെമിസം എന്ന് പറയുന്ന ഒരു വാക്കുണ്ട്. EUPHEMISM. SM ഉള്ളതുകൊണ്ട് ഉടനെ ആ കമ്മ്യൂണിസം ആണെന്നൊന്നും വിചാരിക്കരുത്. ആ ഇസം അല്ല, യൂഫെമിസം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നു. ആ ജോലി ചെയ്യുന്നവരെ സ്കാവഞ്ചേഴ്സ് എന്ന് വിളിച്ചിരുന്നത് അയോഗ്യമായ ഒരു വിളിയാണ്, വിളിപ്പേരാണ്, വിളംബരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആംഗ്ലേയ സാഹിത്യത്തിൽ നിന്ന് കടമെടുത്ത ഒരുപക്ഷെ സ്കാവഞ്ചർ എന്ന് പറയുന്ന നമ്മുടെ ലെക്സിക്കനിലുള്ള ഒരു വാക്കിനെ മാറ്റി സാനിറ്റേഷൻ എൻജിനീയേഴ്സ്. 10ാം ക്ലാസ് വരെ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അവർ. പക്ഷെ അവരെ ഇന്ന് വിളിക്കുന്നത് സ്കാവഞ്ചേഴ്സ് എന്ന് വിളിക്കാൻ പാടില്ല. സാനിറ്റേഷൻ എൻജിനീയേഴ്സ്. അവർ എൻജിനീയേഴ്സ് അല്ല, പക്ഷെ അതിന് യൂഫെമിസം എന്ന് പറയും. ജനതയ്ക്ക് യൂഫെമിസം നൽകിയ വാക്കാവണം പ്രജ. അതിനുടനെ ഇപ്പുറത്ത് രാജാവുണ്ടെന്നല്ല, രാജനീതി എന്ന് പറയുന്നതും ഉണ്ടെന്ന്. ഇതൊക്കെ ഈ പറയുന്ന ഒരു കാലഘട്ടത്തിൽ മാറുമറയ്ക്കാൻ അനുവദിക്കാത്ത കാലഘട്ടം എല്ലാം എടുത്ത് ഉദ്ധരിച്ച് ഇന്ന് വോട്ട് വാങ്ങാൻ നടക്കുന്ന നികൃഷ്ട ജീവികളുടെ ഒരു തന്ത്രമാണ് ഈ വാക്കുകളൊക്കെ എടുത്തു വെച്ച് വിരുദ്ധം ചെയ്യിക്കുക എന്നുള്ളത്. അപ്പോ അന്ന് ഞാൻ പറഞ്ഞതിലെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന എന്റെ പ്രധാനമന്ത്രിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന 5 മന്ത്രിമാരെ എനിക്ക് തന്ന് ഞാനൊരു മന്ത്രിയായിരുന്നു ചെയ്തു കൂട്ടേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് സാധിച്ചു തന്നാൽ തൃശ്ശൂർ ജനതയ്ക്ക് അത് മതി, കേരള ജനതയ്ക്കും അത് മതി എന്ന് പറഞ്ഞതിന് വരെ അന്നും വളച്ചൊടിച്ചു, ഇന്നും വളച്ചൊടിക്കും. ഇത്രയും നടക്കുന്നു.